ഹലോ ഗോയ്സ്, നമ്മൾ ഒളിച്ചോടി. എക്സാമിന് തോക്കൂന്നുള്ള പേടി കൊണ്ട് ഒളിച്ചോടി പോയ ഒരാളെ അതും വീട്ടില് ഫോൺ പൊക്കിയായിരുന്നു. ഞാൻ ഫോൺ തന്നെ മേടിച്ചു കൊടുത്തായിരുന്നു. അത് അമ്മ അടിച്ച് പൊട്ടിച്ച് കറക്റ്റ് ടൈമിൽ ഇവർക്ക് എക്സാം എഴുതിയിട്ട് കാര്യമില്ല, അതെന്തായാലും പൊട്ടും. അപ്പൊ ആ സമയം കിട്ടി, അവൾ ഇറങ്ങി പോന്നു. പഠിക്കാൻ താല്പര്യമില്ല? പഠിക്കാൻ എനിക്ക് എന്താ വിളിക്കുക? ചേട്ടനാണോ? സൈക്കോന്ന്. ഞാൻ അതിന്റെ മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് കണ്ണ് ഫുള്ള് റെഡ് ആയിട്ടായിരിക്കണത്. അതിന് ഞാൻ MDMA യൂസ് ചെയ്യാന്നും പറഞ്ഞ് ഇവളുടെ നാട്ടുകാർ എന്താണ് ഞാറക്കാട് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടി കിട്ടും. അത് ഇപ്പൊ പോയാലും ഇടി കിട്ടും. അത് വേറെ കേസ്. ഞാൻ റീൽ ഇട്ടായിരുന്നു നാട്ടുകാരെ കുറിച്ച്. എന്തായാലും ഒളിച്ചോടണമെന്ന് പറയാനുള്ള റീസൺ ഒട്ടും വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. ഇവന്റെ മുന്നത്തെ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പട്ടിക്ക് കൊടുത്താൽ എനിക്കില്ലായിരുന്നു. അപ്പൊ അന്ന് മുതൽ എന്റെ ഒരു ഇതാ ഞാൻ തന്നെ എടുക്കുന്നു. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ബാക്കിൽ കക്കൂസിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിടുന്നതാണ് അതൊക്കെ, കണ്ടന്റിന്റെ ഇതില് മാത്രം. കക്കൂസ് ബ്രോ എന്നൊക്കെ പേര് അങ്ങനെ വിളിക്കാറുണ്ട്. ഒരുപാടായിട്ട് വീട്ടില് പൊക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്നൊന്നും ഒളിച്ചോടാതെ എന്താ ഇപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്തത്? അന്നൊന്നും ഏജ് ആയിട്ടില്ലായിരുന്നല്ലോ. പോയാലും കാര്യമൊന്നുമില്ല, അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പോക്സോ കേസിനകത്ത് പിറ്റേ ദിവസം അതാ വരുള്ളൂ. സ്കൂളിൽ പോയില്ല. അപ്പൊ എവിടെ കാത്തു നിൽക്കുമായിരുന്നു? നേരെ ഇവള് KSRTC 5 പൈസ അല്ല ബസ്സിന് കൊടുക്കാൻ പോലും. എന്നിട്ട് മറ്റേ കണ്ടക്ടറിന് പോകണം. എൻ്റെ ആദ്യത്തെ വിരഹ പ്രണയത്തിന് ശേഷം സിഗ്മ മെയിലെന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ രക്തത്തിൽ മഞ്ഞനീർ തുള്ളികൾ കോരി ഒഴിച്ചത് നീയാണ്. ഐ ലവ് യു. അപ്പുറത്തെ ഒരു ചേച്ചി ഇരുന്ന് ഫോണിൽ സംസാരിക്കുക. ഞാൻ ചേച്ചീനെ കണ്ടിട്ടില്ല. ഞാൻ ആ വീടിന്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറകോട്ട് നോക്കിയപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞില്ല. അതിന് മുന്നേ ഇവിടെ ഒരു അടി. ഞാനിട്ട് കൊടുത്ത് ചായയും കുടിച്ചോണ്ട് അപ്പുറത്തെ വീട്ടിലെ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ്സ് ലവ് ലെറ്ററിൽ നമുക്ക് 2 കപ്പിൾസ് ആണ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓൾറെഡി ഇവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇവരുടെ വീഡിയോസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് ഇവരുടെ ലവ് സ്റ്റോറിയും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സോ ലെറ്റ് മീ വെൽക്കം സൈഗോ കപ്പിൾസ്. ഹലോ. ഹലോ. എങ്ങനെ പോകുന്നു ഇപ്പം ന്യൂലി മാരീഡ് ലൈഫ് ഒക്കെ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പുതിയതായിട്ട് മേടിക്കണം. മൊത്തത്തിൽ ഒരു പുതിയ വീടെടുത്ത് പുതിയൊരു ജീവിതം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി? എക്സ്പെക്ടേഷൻ പോലെ അല്ല റിയാലിറ്റി. കുറച്ചുകൂടെ ടാസ്ക് ആണ്. എന്താ ഫീൽ ചെയ്തേ? ഒരു ലോൺ എടുക്കേണ്ടി വരും മിക്കവാറും. അതാണ് അവസ്ഥ. പിന്നെ എന്നാലും തട്ടിമുട്ടി പോവാ, ഇങ്ങനെ പോവാത്രേ ഉള്ളൂ. പിന്നെ വീട്ടുകാരൊക്കെ ആദ്യം കൊല്ലുന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ ആ സീനൊന്നുമില്ല. പാച്ചപ്പായി അവർ വിളിക്കാറൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ സീനൊന്നുമില്ല. ഇല്ല. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പോ 3-ാം തീയതി വന്നേ. 3-ാം തീയതി ഇറങ്ങി വന്നു. 3-ാം തീയതി ഇറങ്ങി വന്നു. കുറച്ച് ദിവസമായി. 13 ദിവസം. ഇന്ന് 19th. ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പോ? വൈഫായി രാവിലെ എണീറ്റ് ചായയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈഫാണോ? ഞാൻ കരിഞ്ഞ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അഭിനയത്തിന് അവാർഡ് കൊടുക്കണം. അതൊക്കെ സ്ക്രിപ്റ്റാ കംപ്ലീറ്റ്. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു വൈഫായിട്ട്? വീട്ടിലെ പോലെ ഒന്നുമല്ല. ഇവനങ്ങനെ ഇന്ന ഫുഡൊന്നും ഇല്ല. എന്ത് വേണമെങ്കിലും കഴിച്ച് കൊടുത്താൽ കഴിച്ചോളൂ. പാവാണല്ലേ? പിന്നെ വേറെ വഴിയില്ല, അനുഭവിക്കാം. പിന്നെ അത്യാവശ്യം കിടന്നുറങ്ങാനൊക്കെ പറ്റും. അല്ല എങ്ങനെയല്ല, വീട്ടിലത്തെ പോലെയല്ല. വീട്ടില് പഠിക്കണ്ട അല്ലേ? വേറെ പണിയില്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും നിങ്ങളുടെ ആക്ച്വലി കുട്ടി ഭയങ്കര ടെൻഷനാണ്. ചേട്ടൻ്റെ കൂടെ എന്താ വിളിക്കുക? ചേട്ടനാണോ? എന്താ അത് ഇൻസ്റ്റാഗ്രാം പേരല്ലേ സൈക്കോ? അല്ലെങ്കിൽ ശരിക്കും അറിഞ്ഞിട്ട് വിളിക്കുന്നത്?
ഇൻസ്റ്റയിലും സൈക്കോന്നല്ല ഇട്ടേക്കുന്നേ. ചുമ്മാ സൈക്കോന്ന് വിളിച്ച് സൈക്കോന്ന്. സാധാരണ ഉണ്ണീന്ന് വീട്ടിൽ വിളിക്കുക, പക്ഷേ ഇവള് വിളിച്ചപ്പോ നാട് മൊത്തം സൈക്കോന്ന് വിളിക്കും. നല്ലവനായ ഉണ്ണിയാണോ? അല്ല ഒരിക്കലല്ലോ. ഒരിക്കലല്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് ഈ വീഡിയോ എന്ന് പറയുമ്പോ എനിക്ക് വേറൊരു ഒളിച്ചോട്ടത്തിന്റെ വീഡിയോ ആണ് ഓർമ്മ വരുന്നത്. അത് മറ്റേ ഓട്ടോറിക്ഷയിലല്ലേ? അത് അത് വേറെ, അത് അവിഹിതം. ഇത് പോക്സോ കഴിഞ്ഞിട്ട് ഇത് പോക്സോ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന്. അതെ, ഓക്കെ. 2 മാസമേ ഉള്ളൂ, 18 കഴിഞ്ഞിട്ട്. ആണല്ലേ? അതിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ ആ വീഡിയോ. ഈ ഒരു വീഡിയോ ആയിരുന്നു ട്രെൻഡിങ് ആയത്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇടുന്ന കംപ്ലീറ്റും വൈകിട്ടാകുമ്പോഴത്തേക്ക് 1 മില്യൺ ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഈ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു. ഇത് ശരിക്കും നിങ്ങള് ഒളിച്ചോടിയതാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു? അല്ല, ശരിക്കും ഒളിച്ചോടിയതാ. രാവിലെ എക്സാം ആയിരുന്നു ഇവക്ക്. അല്ല, ഉച്ചയ്ക്ക് എക്സാം ആയിരുന്നു, +2 എക്സാം ആയിരുന്നു. പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എഴുതി എന്തായാലും പൊട്ടും. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ചാടി വന്നത്. എന്നോട് പറയുന്നത് തലേദിവസം വീട്ടിൽ നിന്ന് അമ്മ അടിച്ച് ഇടി കിട്ടിയെന്നാണ്. അതും വീട്ടില് ഫോൺ പൊക്കിയായിരുന്നു. ഞാൻ ഫോൺ എന്നെ മേടിച്ചു കൊടുത്തായിരുന്നു. അത് അമ്മ അടിച്ച് പൊട്ടിച്ച്. കറക്റ്റ് ടൈമിൽ ഇവക്ക് എക്സാം എഴുതിയിട്ട് കാര്യമില്ല, അതെന്തായാലും പൊട്ടും. അപ്പൊ ആ സമയം കിട്ടി, അവൾ ഇറങ്ങിപ്പോന്ന്. എക്സാമിന് തോക്കൂന്നുള്ള പേടി കൊണ്ട് ഒളിച്ചോടി പോയ ഒരാളെ അല്ല, ഏത് സബ്ജക്ട് ആയിരുന്നു? സ്റ്റാർട്ടിംഗ് ആയിരുന്നു, അന്നായിരുന്നു തുടക്കം എക്സാമിന്റെ. അന്നൊരു എക്സാം ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ. അല്ല, ഒന്നും എഴുതിയിട്ടില്ല. ആദ്യം മുതൽ പറഞ്ഞ. ഓക്കെ, ഇത് ശരിക്കും എക്സാം പേടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്? അല്ല, എഴുതാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അമ്മ തലേദിവസം പിടിച്ചു, ഞാൻ ചാടി പോകുന്നു. അപ്പൊ കറക്റ്റ് ടൈമായിട്ടോ. എന്തിനാ കരഞ്ഞപ്പോ ഈ വീഡിയോസിൽ, ഇപ്പൊ കാണിച്ച വീഡിയോയില് വിഷമായിട്ട് കരഞ്ഞതാണോ? അമ്മേനെ ഇട്ട് പോകുന്നതല്ലേ, തിരിഞ്ഞു വന്നതിന്റെ ആ ഒരു ഇത്. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാരും ഇപ്പൊ വിളിക്കും, ഇപ്പൊ തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് കയറ്റിയോ? വരാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത മാസം വരാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്കല്ല കുഴപ്പം, നാട്ടുകാർക്ക് കുഴപ്പമില്ലേ? ഞാൻ അതിന്റെ മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് കണ്ണ് ഫുള്ള് റെഡ് ആയിട്ടായിരിക്കണത്. അതിന് ഞാൻ MDMA യൂസ് ചെയ്യാന്നും പറഞ്ഞ് ഇവളുടെ നാട്ടുകാർ എന്താണ് ഞാറക്കാട്, അവിടെ നാട്ടുകാർ എല്ലാരെയും കുറ്റം പറയല്ല. അതില് ഒരു 50% ആൾക്കാരും ഞങ്ങളെ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നാട്ടിൽ മൊത്തം നടക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ മൊത്തത്തിൽ ആ നാട്ടിൽ പോയ ഇടി കിട്ടിയ അവസ്ഥ. അതിന് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ട്, നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ ഇടിക്കുന്ന പറയണത്. അതൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ. നോക്കി കണ്ടായിരുന്നോ? അവനങ്ങനെ ഇരിക്കണോന്നുള്ളൂ. ക്യാമറ കണ്ടു അങ്ങനെയൊക്കെ ചെറുതായിട്ട് തോന്നും. ആളൊരു പാവാ, നിഷ്കാന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്നാ വീഡിയോയില് ശരിക്കും അതിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോ റൂമെടുത്ത് നിങ്ങൾ മറ്റേ കഞ്ചാവ് MDMA ശരിക്കും അങ്ങനല്ല. അപ്പൊ എന്തായിരുന്നു കണ്ണൊക്കെ ചുമന്നിരുന്നേ? കരഞ്ഞിട്ടാണോ? അത് 3 ദിവസമായി ഞങ്ങളൊന്നും ഉറങ്ങിയിട്ട്. പോലീസ് സ്റ്റേഷൻ, പിന്നെ മുങ്ങി നടക്കുക, വീട് കിട്ടാനുള്ള ടെൻഷൻ എല്ലാം ഞാൻ തന്നെ ഉള്ളു. വേറെ ആരും ഈ കാര്യങ്ങൾ നോക്കാനൊന്നും ഇല്ല. ഞാൻ തന്നെ നടന്ന് മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് അതിന്റെ ഒരു ടെൻഷൻ. അങ്ങനെ അതാണ്, വേറൊന്നുമല്ല, കണ്ണ് ചുമന്നിരിക്കാനുള്ള കാരണം. ഓക്കെ, ഈ 18 വയസ്സ് തികയാൻ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നോ ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് പെട്ടെന്ന് ചാടി പോകുന്നതാണോ? കാത്തിരിക്കുന്നില്ല, ഇങ്ങനെ പെട്ടെന്ന് അമ്മ തലേദിവസം ഇവനൊരു ഫോൺ തന്നായിരുന്നു. അത് എന്റെ ഫോണിൽ വിളിക്കുമ്പോ പിടിക്കുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് എന്റെ ഫോൺ മേടിച്ചു വെച്ചപ്പോ ഇവനൊരു ഫോൺ മേടിച്ചു, അത് പിടിച്ചു. അത് ഞായറാഴ്ച പിടിച്ചു. തിങ്കളാഴ്ച ഞാൻ പോകും. തിങ്കളാഴ്ച ആയിരുന്നു എക്സാം. സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നു. അല്ലെങ്കിൽ വിടില്ലാന്ന് പറഞ്ഞു. ആകെ കൊണ്ടുവന്നത് ഇട്ട യൂണിഫോം ഇട്ടിട്ടാ വന്നത്. പക്ഷേ ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നു. ലിപ്സ്റ്റിക് ഇടാൻ മറന്നിട്ടില്ല. ബാക്കി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു മാല പോലും ഇട്ടോട്ട് വന്നതല്ല. സ്കൂൾ യൂണിഫോമും ലിപ്സ്റ്റിക്കും. അതെന്തൊരു മാല പോലും ഇടാന് സമയം കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സിലെ ധൈര്യം എന്നൊക്കെ കൊറേ കമന്റ് ഉണ്ടോ?
പ്രായത്തിന്റെ എടുത്തുചാട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ആ എന്താ പറയുന്നത്? എടുത്തായിട്ടൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. വീട്ടിൽ പൊക്കിന്ന് പറഞ്ഞല്ലോ സിറ്റുവേഷൻ, ഫോൺ പിടിച്ചതൊക്കെ, ആ സിറ്റുവേഷൻ ഒന്ന് ഫസ്റ്റ് മുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതെന്ന് പറഞ്ഞാൽ ഞാൻ ഫോണും സിമ്മൊക്കെ മാറ്റി വെക്കണേ. അപ്പൊ ഫോൺ ഞാൻ അലമാരിയുടെ അടിയിൽ വെച്ചു. സിം എടുക്കണല്ലോ, സിമ്മ് ഞാൻ കർട്ടൻ ഇങ്ങനെ തുന്നൂല നമ്മള്, അപ്പൊ ഇങ്ങനെ ഒരു ഓസയിൽ ഇങ്ങനെ കേട്ടിടില്ലേ, അതിനകത്ത് പേപ്പർ വെച്ച് മടക്കിയിട്ട് അതിനകത്ത് കയറ്റി വെച്ചു. എന്നിട്ട് അമ്മ ഫോൺ എടുത്തു, തരാൻ പറഞ്ഞു എടുത്തു തരാൻ പറഞ്ഞു. കുറെ തല്ലി കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ എടുത്തു കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ആകപ്പാടെ ഒരു നമ്പറല്ലേ ഉള്ളൂ, ഇവന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ കൊറേ പ്രാവശ്യം വിളിച്ചു നോക്കി. പനിയും പറയാ ഇതിനകത്ത് സിമ്മില്ലാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു സിമ്മില്ലാത്ത ഫോണിൽ നീ എങ്ങനെയാ അവനെ വിളിക്കണേന്ന് ചോദിച്ചു. സിം എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ സിമ്മ് നോക്കി കൊറേ നിന്നു. കൊറേ പ്രാവശ്യം അമ്മ പറഞ്ഞു ചോദിച്ചു. ലാസ്റ്റ് സിം എടുത്തു കൊടുത്തു. അല്ല, അമ്മക്ക് എങ്ങനെ മനസ്സിലായി ഫോൺ ഉണ്ടെന്ന്? സംസാരം കേട്ടു. അതെന്റെ കുഞ്ഞളിയൻ പറഞ്ഞു കൊടുത്തു. അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ എല്ലാരും വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ വന്നിട്ട് ഞാൻ ഇവനെ വിളിച്ചോടുന്ന പാവം കണ്ടു. എവിടെന്നാണ് ഈ ഫോൺ ചോദിച്ചു. ഓ, അങ്ങനെ അമ്മേന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു. അമ്മ അത് കല്ല് വെച്ച് കുത്തി പൊട്ടിച്ചു. ഏത് ഫോണായിരുന്നു? അങ്ങനെ സിം എടുത്തിട്ട് അമ്മ സിം കൊണ്ടുപോയി വിളിച്ചോ? അപ്പൊ അന്ന് രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാട്ടുകാർ എല്ലാരും വിളിച്ചോണ്ടിരിക്കാന്. ഇപ്പൊ കുഴപ്പമില്ല. അന്ന് 2-3 ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ല. മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടിയിട്ടും. അത് ഇപ്പൊ പോയാലും ഇടിയിട്ടും. അത് വേറെ കേസ്. ഞാൻ റീലിട്ടായിരുന്നു നാട്ടുകാരെ കുറിച്ച്. അല്ല അത് കുഴപ്പമില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആരെ കുറിച്ചാ പറഞ്ഞെന്ന്. കുത്തണ്ടവർക്ക് നന്നായിട്ട് കുത്തിയിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്ടൊക്കെ ഒന്ന് കമന്റ് ഇട്ട് എന്തിനാ മനസ്സിലാവും. നാട്ടുകാർ മൊത്തം കമന്റ് ഇട്ട നാട്ടിൽ കുറച്ച് ആൾക്കാരെ കുറ്റം പറഞ്ഞു. ഒരു 80% ആൾക്കാരും കുറ്റം പറഞ്ഞു. 20% മാത്രം സപ്പോർട്ട് ചെയ്തു. എത്ര വട്ടം വീട്ടിൽ പൊക്കിയിട്ടുണ്ട്? കൊറേ പ്രാവശ്യം എണ്ണാൻ പറ്റിയിട്ടില്ല. 5-6 പ്രാവശ്യം. ആദ്യം ഫോൺ ഉണ്ടായിരുന്നു ഇവക്ക്. ആ ഫോണ് ഓൾറെഡി എറിഞ്ഞ് പൊട്ടിച്ചതാണ് പണ്ട്. അവരെന്നെ പൊട്ടിക്കും, അവരെന്നെ ശരിയാക്കി കൊടുക്കും. പിന്നെ ഇവിടെ നിർത്തില്ല എന്ന് കണ്ടപ്പോ ഫോൺ മേടിച്ചു വെച്ച്. അപ്പൊ ഞാൻ ഒരു ഫോൺ മേടിച്ചു കൊടുത്ത്. അതാണ് ഇപ്പൊ ലാസ്റ്റ് പൊട്ടിച്ചത്. അത് പൊട്ടി. ഈ സ്കൂളിൽ പോന്നു പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങി വരുന്നത്. എന്നിട്ട് സ്കൂളിൽ പോയില്ല. അപ്പൊ എവിടെ കാത്തു നിൽക്കുമായിരുന്നു? നേരെ ഇവള് KSRTC 5 പൈസ അല്ല ബസ്സിന് കൊടുക്കാൻ പോലും. എന്നിട്ട് മറ്റേ കണ്ടക്ടറിന് കണ്ടക്ടറിന് മൊബൈൽ കൊടുത്തിട്ട് ഗൂഗിൾ പേ ഉണ്ടോന്ന് വെച്ചിട്ട് എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടാണ് അവൾ അവിടെ എത്തിയത്. എവിടെ എത്തി? അടിമാലി. ഞാൻ വെയിറ്റ് ചെയ്തു. അവള് വരുന്നത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ബസ്സിൽ നിന്ന് കണ്ടക്ടറിന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്ത് വന്ന് പിന്നെ നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. അടിമാലി സ്റ്റേഷനിലോട്ട് പോയി. പിന്നെ അവര് ഫുള്ള് സപ്പോർട്ട്. വീട്ടുകാരൊക്കെ വിളിച്ച് പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ്. പോലീസുകാർ പറഞ്ഞ് പിള്ളേരെ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാൽ വെടിയോ ചൊല്ലും പറഞ്ഞു. പിന്നെ ആർക്കൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഓക്കെ, പിന്നെ അതോടെ സോൾവ് ആയി. പിന്നെ റീൽസ് ഒക്കെ കണ്ട് ഇവൻ വലിയ കുഴപ്പമില്ല നോക്കിക്കോളും അങ്ങനെ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ല ആദ്യത്തില്ല, കഴിഞ്ഞിട്ട് ഇപ്പൊ ഉള്ളത് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പൊ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ രണ്ടാളും കോൾ ചെയ്യുന്നുണ്ട്, എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ലക്ഷ്മി വന്ന് പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇറങ്ങി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു മനസ്സിൽ? മറ്റേതാണോ ജാങ്കോ? നീ അറിഞ്ഞോ? ഏറെക്കുറെ. പക്ഷെ അപ്പൊ കുറച്ച് കാശ് കയ്യിൽ സേവിങ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോവാ. തിരിച്ചു വിടാൻ ശ്രമിച്ചായിരുന്നോ? ഇല്ല, തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും തല്ലു കിട്ടുമല്ലോ. കാരണം വന്ന ടൈമിൽ അടിയിട്ടിട്ട് ഇവിടെ ചെറിയൊരു മുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫുള്ള് കലിപ്പം. അമ്മമാര് തല്ലുമല്ലോ, അത്ര ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ തന്നെ വേറെ വീടെടുത്ത് അന്ന് 2 ദിവസത്തിനുള്ളിൽ എടുത്തു. തൽക്കാലം റൂം എടുത്ത് നിന്ന് എന്നിട്ട് വേറെ വീടെടുത്ത് 2 ദിവസത്തിനുള്ളിൽ. ആ റൂം എടുത്ത് നിന്നപ്പോഴാണ് ആ റീൽസ് ഇട്ടത്. അപ്പോഴാണ്. ഓക്കെ. അന്നിങ്ങനെ തോന്നിയായിരുന്നോ വേണ്ട നമുക്ക് പോയാലോ തിരിച്ചെന്നൊക്കെ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്താണ്. എന്തോ ഒളിച്ചോടി വരണം? റീൽസ് ഇടാൻ വേണ്ടിട്ട്. റീൽസ് ഇടാൻ പ്ലാൻ ചെയ്തോ? ഇത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തതാണ്. അല്ല, റീൽസ് ഇടാൻ വേണ്ടി ഒളിച്ചോടിയല്ലേ, എന്തായാലും ഒളിച്ചോടണം. അത് റീൽസും കൂടെ ഇടാലോ. എന്തായാലും ഒളിച്ചോടണം എന്ന് പറയാനുള്ള റീസൺ ഒട്ടും വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. ഇല്ല, ഇവന്റെ മുന്നത്തെ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പട്ടിക്ക് കൊടുത്താൽ എനിക്കില്ലായിരുന്നു. അപ്പൊ അന്ന് മുതൽ എന്റെ ഒരു ഇതാ
ഞാൻ തന്നെ എടുക്കുന്നു. അപ്പൊ പിന്നെ ചേട്ടാ ഓക്കെ. ഈ റീല് കാരണമാണോ സമ്മതിച്ച് തരാത്ത വീട്ടില്? ആണ് വേറെ കുറെ ആ ആദ്യത്തെ റീൽസ് കാരണം. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലായിരുന്നോ ഡിലീറ്റ് ചെയ്യാനോ? മനസ്സിലാവില്ല. അല്ല ഡിലീറ്റ് ആയി അത് കണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരു താല്പര്യമാണോ അങ്ങനെയൊക്കെ. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ബാക്കിൽ കക്കൂസിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇരിക്കും. ഇവൻ കാണുന്നവര് വിചാരിക്കണം ഇവൻ എന്താ ഈ കക്കൂസിൽ ഇരുന്ന് ചെയ്യുന്നത്, എന്നാലേ ആ വീഡിയോ മുഴുവൻ കാണുള്ളൂ. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിടുന്നതാണ് അതൊക്കെ, കണ്ടന്റിന്റെ ഇതില് മാത്രം. കക്കൂസ് ബ്രോ എന്നൊക്കെ പേര് അങ്ങനെ വിളിക്കാറുണ്ട് ഏറെക്കുറെ. ഒരുപാടായിട്ട് വീട്ടില് പൊക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്നൊന്നും ഒളിച്ചോടാതെ എന്താ ഇപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്തത്? പ്രായമാവാത്തോണ്ടാണ്. മുന്നത്തെ പ്രാവശ്യം പിടിച്ചപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നൊന്നും ഏജ് ആയിട്ടില്ലായിരുന്നല്ലോ. പോയാലും കാര്യമൊന്നുമില്ല, ഇവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവിടും. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പോക്സോ കേസിനകത്ത് പിറ്റേ ദിവസം അതേ വരുള്ളൂ. അതുകൊണ്ടാ പോവാതിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ഞായറാഴ്ച പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച എക്സാമും കൂടെ ആയിരുന്നിട്ട്. മെയിൻ ആയിട്ട് എക്സാമിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അങ്ങനെയല്ല, എന്നാലും ഒരു 80% എക്സാമിൽ നിന്ന് രക്ഷപ്പെടാനാ. ഒന്നും അറിയില്ല, പഠിച്ചിട്ടില്ല. കൊറേ പ്രാവശ്യം കൊറേ ഇത് ആബ്സെന്റ് ആയിരുന്നു. എന്താ ആബ്സെന്റ് ആയത്? ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അങ്ങനെ കൊറേ ക്ലാസ്സൊക്കെ പോയിട്ടുണ്ട്. കുട്ട ഒരു ട്യൂഷൻ പോയാൽ തീരാവുന്ന പ്രശ്നം നിനക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം ഒളിച്ചോടുമ്പോ ലക്ഷ്മിക്ക് ഇപ്പൊ 18 years അല്ലെ? 18 years ആയിട്ട് 2 മാസം. ഡിസംബർ 26. സൈക്കോക്കോ 21. കറക്റ്റല്ലേ? നിയമപരമായിട്ട് എല്ലാം ഓക്കെ. പിന്നെ ഞങ്ങൾ ചാടി. സാമ്പത്തികപരമായിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല, നോക്കിക്കൊണ്ടു പോകാൻ പറ്റും. റിച്ച് ഒന്നുമല്ല, എന്നാലും തീറ്റിപ്പോറ്റാൻ ഉള്ളതുകൊണ്ട് എൻ്റെ ഉണ്ട്. എന്താ വർക്ക് ചെയ്യുന്നത്? കാർ ഡീറ്റെയിലിംഗ്. എവിടെ? കാർ ഡീറ്റെയിലോ? ഡെയിലി ജോബ് ഒക്കെ ഉണ്ടോ? ഡെയിലി ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പട്ടിണി പരവേശമൊന്നുമില്ല. ഇല്ല, പട്ടിണി എന്തായാലും വരത്തില്ല. ഇല്ല, ഞാൻ പട്ടിണി ഇടുന്നാലും അവളെ ഞാൻ തീറ്റിക്കൊട്ടും. ഈ എക്സാമിൽ നിന്ന് ഒളിച്ചോടുകയെന്നും പറഞ്ഞല്ലോ. അതിപ്പോ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പം എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? തോന്നിയിട്ടുണ്ടോ എക്സാം എഴുതാൻ? ഇനിയോ? +2 എഴുതി എടുക്കണം. പഠിക്കാൻ താല്പര്യമില്ല? പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ല. വേറെ ജോബ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ബ്യൂട്ടീഷ്യൻ പോലെ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തെറി റീൽസ് ഒക്കെ ഇടുമ്പോഴേ അത് ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഇടുന്നതാണോ? ഭയങ്കര എക്സ്ട്രീം തെറികളല്ലേ? അപ്പൊ അല്ല, ഈ കാലത്ത് ഒരു 18 വയസ്സിന്റെ മേളിലുള്ള കണ്ടന്റ് ഇല്ലേ, ആ കണ്ടന്റ് ഇട്ടാല് 18 വയസ്സിലുള്ള താഴെയുള്ളവരും എല്ലാവരും ഇരുന്ന് കാണുന്ന അതാണ്. നമ്മൾ നോർമലായിട്ട് നമസ്കാരം കുഞ്ഞുങ്ങളെ അങ്ങനെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് മിക്സ് ആക്കി ഇടുന്നു, അത്രേ ഉള്ളൂ. ഇടുന്നു. ഇപ്പം അതേപോലെ ഇട്ട് കഴിയുമ്പോ ഇപ്പൊ ഈ ഒരു റീൽസ് ഒക്കെ കാരണം വീട്ടിലൊരു സീൻ വന്ന് നിങ്ങൾ ആദ്യം ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നില്ലേ, പെൺപിള്ളേരെ കുറ്റം പറഞ്ഞിട്ടാണ് ഇട്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ ഒളിച്ചോടിന്ന് പറഞ്ഞിട്ട് റീൽ ഇട്ടത് കൊണ്ടും ആണ് ഇത് കേറിയത്. ഈ വീഡിയോ, ഇപ്പോഴത്തെ വീഡിയോ ആദ്യത്തെക്കാളും കൂടുതൽ. അപ്പൊ മൊത്തത്തിലും ഒരു പ്ലാനാണ്. എല്ലാവരും പ്ലാനാണ്. എന്റെ ആണ്. തെറി പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. അല്ല, ക്രെഡിറ്റ് ആന്നല്ല, കാണുന്നവർ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 18+ കണ്ടന്റ് ഓൺലൈൻ ബയോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് നിങ്ങൾ പ്രണയിച്ചു, അതിനുശേഷം ഒളിച്ചോടിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വിശേഷങ്ങളാണ്. അപ്പൊ അതിനു മുന്നേ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, ആരാദ്യം പ്രപ്പോസ് ചെയ്തു, എത്ര നാൾ പ്രണയിച്ചു, എന്തുകൊണ്ടാണ് പ്രണയം തോന്നിയത്, അങ്ങനെയൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമുക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്നായിരുന്നു ആദ്യമായിട്ട് കണ്ടത്? ആദ്യം ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ തൊടുപുഴ പോയതാ. അപ്പോൾ സ്റ്റാൻഡിൽ നിൽപ്പെട്ടായിരുന്നു. മൈൻഡൊന്നുമില്ല, തറയിൽ നോക്കി നിൽക്കത്തുള്ളൂ, ചുറ്റി അങ്ങോട്ടും നോക്കത്തില്ല. അങ്ങനെ നോക്കി 2-3 ദിവസം കണ്ടിന്യൂ ചെയ്ത് ഞാൻ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ മുതലാളി എടുത്ത് അവിടുന്ന് അടിമാലിയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറം വേറെ കാര്യത്തിനാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് ഡെയിലി പോകും. വേറെ എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് ഇവിടെ കാണാൻ വേണ്ടി പോകും. ജസ്റ്റ് ഒന്ന് കാണാൻ. നമ്മള് മിണ്ടത്തൊന്നുമില്ല. അങ്ങനെ ഡെയിലി പോയി ഒരു മൈൻഡും ഇല്ല. പിന്നെ കൂട്ടുകാരികളൊക്കെ കണ്ടുപിടിച്ച് ഇൻസൈഡ് തപ്പിപ്പിടിച്ച് ഡെയിലി ഫോളോ ചെയ്തു സ്റ്റോറി കാണാൻ തുടങ്ങി.
അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം സിനിമ ഏതാണ്ട് സിനിമയത്തെ ഒരു പാട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. ഞാനത് സെൻഡ് എന്ന് ചോദിച്ചു. അപ്പൊ സാധനം കിട്ടി. പിന്നെ അവിടുന്ന് ഹായ് ആയി അങ്ങനെ തുടങ്ങി ഇപ്പൊ ഇവിടം വരെ എത്തി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അയച്ചു. എന്നിട്ട് ചുമ്മാ ഫ്രണ്ട്സ് ആയിട്ട് കുറെ നാള് സംസാരിച്ചു. ആദ്യമൊക്കെ ഞാടായിരുന്നു. അപ്പൊ എനിക്ക് റീൽസിന്റെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. ഇല്ലാതെ 2 കൊല്ലം മുന്നേ. എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആണത്? 2.5 വർഷം പ്രണയിച്ചു, ടൊളിച്ചോടി. ഓക്കെ. ഇപ്പോ ഈ ഇഷ്ടം തോന്നാനൊരു റീസൺ, നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ല എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അത് തോന്നല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ട്. ഞാൻ ഒരു ഇതിന് മുന്നേ എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു 3-4 കൊല്ലം മുന്നേ അത് ബ്രേക്കപ്പ് ആയി. തേപ്പ് കിട്ടി മൊത്തത്തില്. അങ്ങനെയാണ് ഞാൻ സിഗരറ്റ് വലിക്കും. അങ്ങനെ സിഗരറ്റ് വലിയും കള്ളുകൂടിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോയി. മറ്റേ അറിയാലോ മറ്റേ അർജുൻ റെഡ്ഡി സീന് അതേപോലെ ആയിരുന്നു കുറച്ചു കാലം. പിന്നെ പെട്ടെന്ന് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ എല്ലാം മാറി. ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. എന്താ ഇഷ്ടപ്പെടാനുള്ള റീസൺ? ഈ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എങ്ങനെ മനസ്സിലായി ഇതാണ് എന്റെ കുട്ടിന്ന്? അതെനിക്കറിയാൻ പാടില്ല. സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ട് അത്ര. എന്നാലും ബസ് സ്റ്റോപ്പിൽ എന്തോരം പേര് നിൽക്കും. അങ്ങനെ വെച്ചാൽ ഇവിടെ ആരും നോക്കിയായിരുന്നില്ല. എല്ലാ പെൺപിള്ളേരും ചുമ്മാ വായും പൊളിച്ചിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് അവൻ കൊള്ളാം അങ്ങനെ നോക്കിയിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ ഇവിടെ വേറെ ആരും നോക്കാണ്ട് അങ്ങനെ നീറ്റായിട്ട് ഒതുങ്ങി ഇരിക്കുന്ന കാരണം എന്നുവെച്ചിട്ട് ഞാൻ നോക്കി അതന്നെ വേണമെന്ന് ഉറപ്പായിരുന്നു. അല്ല, ഇതന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. സെറ്റാക്കി. എന്താ വേറെ ആൾക്കാരെ നോക്കുന്നത് നീറ്റല്ലേ? അങ്ങനെയല്ല, എല്ലാരും വായി നോക്കി ഇങ്ങനെ നടക്കൂലേ ചിലവര്. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കിത് ഇഷ്ടല്ല. ഭയങ്കര പാവായിട്ട് ഉള്ള ആളെയാണ് ഇഷ്ടം. ഓക്കെ. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ റീസൺ? ഇല്ല. എന്നാ ചോദിക്ക്, പറ, ഒരു കാരണം പറ. എന്തുകൊണ്ട്? അല്ല, അല്ലാണ്ടൊരു അത് കണ്ടപ്പോ ബസ് സ്റ്റോപ്പിൽ ഇപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു കുട്ടി നിൽക്കുന്നു, നമ്മൾ ഫസ്റ്റ് അട്രാക്ഷനിൽ ഇത് കൊള്ളാലോ, ഒരു ചേഞ്ച് വെറൈറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു. അങ്ങനെ ഇൻസ്റ്റ ഐഡി ഒക്കെ കിട്ടി. കുറെ നാളെ നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു കാണുന്ന ആളുടെ ഒരു വ്യക്തിത്വം മനസ്സിലാവുന്നേ. അപ്പൊ അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ലേ, ഈ വ്യക്തി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ആളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊരു ഇഷ്ടം വരും. ആ ഇഷ്ടം ഒരു വേറെ ഇഷ്ടമാണ്. ആ ഇഷ്ടം വരാനുള്ള കാരണമാണ് ഞാൻ ചോദിച്ചത്. ആ ഇഷ്ടമുള്ള അതായത് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാലും ഒരു 4 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും വന്ന് മിണ്ടും. അത്ര നേരം പോവില്ല, ഒന്നും വെച്ചോണ്ടിരിക്കില്ല. അപ്പൊ ഞാന് അങ്ങോട്ടും പോയില്ലെങ്കിലും എന്നെ തെരഞ്ഞു വരും. ഒട്ടും മൈൻഡ് ചെയ്യാതിരുന്നാലും ഞാൻ തിരക്കാണെങ്കിലും എന്നെ തെരഞ്ഞു വരും. അപ്പൊ പിന്നെ അത് മതി. സ്നേഹമുള്ള കുറച്ച് ബുദ്ധി ഇല്ലാന്നേ വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ബുദ്ധി കുറവാണെങ്കിലും കുഴപ്പമില്ല, സ്നേഹം ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങളെ ചാറ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമില്. എപ്പോഴാ പറഞ്ഞത് സൈക്കോ എനിക്ക് ആക്ച്വലി ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചതും ആ വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന്? ഫെബ്രുവരി 20. 2 വർഷം മുന്നേ. ആ ഒരു സിറ്റുവേഷൻ പറ. രാത്രിയാണോ പകലാണോ? രാത്രി 1:30 മെസ്സേജ് അയച്ചിട്ട്. എങ്ങനെയായിരുന്നു അത്? ഞങ്ങള് ചാറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് എങ്ങനെ പറയുന്ന ഈ സമയം വൈകി 1:30-2 മണി എങ്ങാണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ് അന്ന് ചോക്ലേറ്റ് 20-ാം തീയതി അങ്ങനെ മറ്റേ ഇതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ്. എന്നെ ആരും പ്രപ്പോസ് ചെയ്തില്ല, പ്രപ്പോസ് ഡേ ഒക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ പറയാന്ന് പറഞ്ഞിട്ട് ഇവള് ചാറ്റ് പിന്നെ എനിക്ക് പേടിയാണ്, വയസ്സായിട്ടില്ല. അന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച്. പോക്സോ കേസാണ്. അഥവാ വീട്ടുകാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പിടിച്ചകത്തിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അതിനു മുന്നേ അറിയാം. വീട്ടുകാർക്ക് പണ്ടുപോലെ അറിയാം. അപ്പൊ അതിനൊക്കെ പേടി കാരണം ഞാൻ പയ്യെ നോക്കി സമയവും കാലമൊക്കെ നോക്കി അവതരിപ്പിച്ചു. എന്താ പറഞ്ഞേ? നമുക്ക് എന്താണ് ഇതുവരെ എന്നാരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയവരൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ളൂ. അങ്ങനെ കുറെ സെന്റിയൊക്കെ അടിച്ച് അങ്ങനെ കുറെ അടിച്ച് പിന്നെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞില്ല. പിന്നെയും 2-3-4 ദിവസം മെസ്സേജ് അയച്ച് നോക്കാം, നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെ ആയി. അങ്ങനെ അപ്പൊ ആ ഒരു മെസ്സേജ് വന്നു രാത്രി 2 മണിയായപ്പോ എങ്ങനെയോ തപ്പിപ്പിടിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. ആ ഒരു മൊമെന്റിൽ എന്താ ഫീൽ ചെയ്തത്? പ്രതീക്ഷിച്ചിട്ട് അറിയായിരുന്നോ ഈ പുള്ളിക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് അല്ല വേറെ എന്തോ ഒരു ഇളക്കം ഉണ്ടെന്ന്? അപ്പൊ എന്താ തോന്നി?
അപ്പൊ എനിക്കിഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം Wait നമ്മൾ അങ്ങനെയാണല്ലോ, ചെയ്യായിരുന്നു. കുറെ നടത്തണമല്ലോ. ഓ അവര് പറയട്ടെ എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും സീരിയസ് ആണെന്ന് നമുക്ക് തോന്നണം. ഒരു രസല്ലേ പുറകെ നടത്തിക്കാൻ. എത്ര ദിവസം അതിന് വെയിറ്റ് ചെയ്യിച്ചു ആൻസർ പറയാൻ? 1 week. 1 വീക്കോ? ആ 1 വീക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും റിപ്ലൈ എന്നൊക്കെ ആലോചിച്ചു? പിന്നെ ഞാൻ ഉറങ്ങുന്നില്ല, ഫുൾ ടൈം ഇങ്ങനെ പഴയ മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ 1 വീക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടില്ല? അല്ല, മെസ്സേജ് അയക്കും. രാത്രി ഇവിടെ കിടന്നുറങ്ങുമല്ലോ, എന്നാലും ഞാൻ ഉറങ്ങില്ല. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എന്ത് പറയും? ഇനി നാളെ തന്നെ പുതിയ ഫോട്ടോ എടുത്ത് സ്റ്റോറിയിലിടാം, ചിലപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായാലും. അങ്ങനെയൊക്കെ ഓരോന്നാല് അങ്ങനെ നടന്നു. പിന്നെ ലാസ്റ്റ് പോസിറ്റീവ് കിട്ടി. എങ്ങനെയാ അപ്പൊ റിപ്ലൈ കൊടുത്തത്? നമ്മള് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കില്ലേ, അതേപോലെ തന്നെ വർത്താനം പറയുമ്പോ സംസാരിക്കും. അല്ല, ഇഷ്ടാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ തിരിച്ച് എനിക്ക് ഇഷ്ടമാണെന്ന് പറയണ്ടേ? അതെങ്ങനെയാ പറഞ്ഞേ? ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ചാ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ചുമ്മാ ചോദിക്കല്ലോ. അന്നേരം കുഴപ്പമില്ല, സെറ്റാ, നോക്കാം, നോക്കി നോക്കാന്നൊക്കെയല്ലേ? ഓക്കെ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഈ 2 വർഷം മുന്നേ നടന്നത് ആയതുകൊണ്ടാണോ, ഇവർക്ക് ഓർമ്മയില്ലാത്തയാണോ, ഇനി നാണം കൊണ്ടാണോ എന്ന് അറിയില്ല. ഇവർക്ക് എക്സാക്ട് എന്താ പറഞ്ഞതും എന്താ ചോദിച്ചതെന്ന് ഓർമ്മയില്ല. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ വേറൊരു സൂത്രമുണ്ട്, നമുക്കിപ്പോ ലൈവായിട്ട് അതൊന്ന് കാണാം. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഞാനാണോ? പിന്നെ ഞാനാ? ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ അതാ കുത്തി ചോദിച്ചത്, എന്താ പറഞ്ഞെന്ന്. അപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ലൈവായിട്ട് അന്ന് പ്രപ്പോസ് ചെയ്ത പോലെ ഒന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. ചുമ്മാ ഐ ലവ് യു എന്നൊന്നും പറയരുത്, എന്തെങ്കിലും സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ? അങ്ങനെ നമ്മൾ ഒരു സൈക്കോയുടെ ഒരു റൊമാൻറ്റിക് വേർഷൻ കാണാൻ പോവാണ് ഗൈസ്. എൻ്റെ ആദ്യത്തെ വിരഹ പ്രണയത്തിന് ശേഷം സിഗ്മ മെയിലെന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ രക്തത്തിൽ മഞ്ഞനീർ തുള്ളികൾ കോരി ഒഴിച്ചത് നീയാണ്. ഐ ലവ് യു. എങ്ങനെയൊക്കെയാ വന്നു റിപ്ലൈ പറ. മലയാള ഭാഷയിൽ നല്ല പിടിപാടാണല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല, എന്നാലും കൊള്ളാം. എന്നാ ഇഷ്ടാണോന്ന് പറ. അയ്യേ നല്ലോണം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാനൊന്നും പറ്റൂല കേട്ടോ, പറഞ്ഞു പോയി. തർജ്ജമ ചെയ്തെടുക്കോ? അതായത് ആദ്യത്തെ വിരഹ പ്രണയത്തിന് ശേഷം സിഗ്മ മെയിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന എന്റെ രക്തത്തിൽ മഞ്ഞനീർ തുള്ളികൾ കോരി ഒഴിച്ചത് നീയാണ് പ്രിയേ. ആരാ പ്രിയാന്ന് നോക്കി? ഏത് പ്രിയ? സോനലക്ഷ്മി. ഐ ലവ് യു. ഇല്ല, പ്രിയ ആരാന്ന് പറഞ്ഞിട്ട് മതി. ലക്ഷ്മി சொல்லடி. മലയാളം പറ. உனக்கு என்ன பிடிச்சிருக்கா? பிடிச்சிருக்கா சொல்லு. ഈ കുട്ടി മിണ്ടൂലേ? നാണം വരുന്നുണ്ട്. എടാ, നീ മറ്റേ ലവ് യു എന്ന് പറഞ്ഞാലേ ലവ് യു ടു തിരിച്ചു ലവ് യു ടു. നല്ലോണം റിപ്ലൈ കൊടുക്കണം അല്ലേ? അരമണിക്കൂർ ആലോചിച്ച് പറഞ്ഞു. ഇത്ര മണിക്കൂർ ആലോചിച്ചിട്ട് നല്ലൊരു സാധനം പറയുമ്പോ ലവ് യു ടു ഇതെന്താ? എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും പറയാറിയില്ല. എന്നാലും പറ. എന്താ കോരിത്തിളക്കുന്ന മീൻകറി കോരിത്തളിയല്ല, സിഗ്മ എന്ന ചുടുരക്തം, അതിലിട്ട് മഞ്ഞനീർ തുള്ളിയായിട്ട് പെയ്തു വീണതാണ് നീ. പ്രിയേ. പ്രിയേ അല്ല, ലക്ഷ്മി. സോനലക്ഷ്മി. ഓക്കെ. തുള്ളി തുള്ളി. ആര് തുള്ളി? കോരിത്തുള്ളി. കോരി തിളക്കുന്ന മറ്റേ സംഭവത്തിന് ഓക്കെയാ. ഓക്കെയാണോ? കൊള്ളാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളപ്പോ എങ്ങനെ, നിങ്ങൾ റൊമാൻറ്റിക് ഒന്നും അല്ലേ? റൊമാൻറ്റിക് ആണ്, പക്ഷെ അത് പബ്ലിക് അല്ലേ, നല്ല സീനാണ്. എന്നാലും ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഇങ്ങനൊന്നും എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടപ്പോ? അവൻ അന്നേരം എന്തോ കൊറേയൊക്കെ പറഞ്ഞായിരുന്നു, മറന്നുപോയി. കണ്ടാ കൊച്ച അതാ എക്സ്പെക്ട് ചെയ്തേ. അത് ഞാൻ ഗൂഗിളിൽ നോക്കിട്ട് പറഞ്ഞത്. ചാറ്റ് ജിപിടി ആയിരുന്നു അങ്ങനെ എന്തൊക്കെയാ. കൊള്ളാം, സൂപ്പർ. ഓക്കെ, ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ പ്രീവിയസ് ഇന്റർവ്യൂവിന് ശേഷമാണെങ്കിലും കുറെ കമന്റ്സ് കണ്ടു, മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കുറവാണ്. മറ്റേ ഇന്റർവ്യൂല് ആങ്കറിനാണ് നാട്ടുകാർ മൊത്തം തരി പറയുന്നത്. ഞങ്ങള് ആദ്യം വിചാരിച്ചത് ഞങ്ങളെ മെച്യൂരിറ്റി ഇല്ലാന്നും പറഞ്ഞ് കുറ്റം പറയുന്ന വിചാരിച്ചേ.
പിന്നെ അതിൽ ഞാൻ 5ാം ക്ലാസ് മുതൽ പണിക്ക് പോകാൻ തുടങ്ങിയതാണല്ലോ, അതറിഞ്ഞ് അത് മുഴുവൻ കണ്ട അവർ കുറ്റം പറയത്തില്ല. പിന്നെ അങ്ങനെയാണ് ഇടയ്ക്ക് കുറച്ച് പേര് ഒന്ന് പറയാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു തോന്നിയാലോ, കുറ്റബോധം തോന്നിയാലോ. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മനുഷ്യന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. ഇല്ല ഞാൻ എന്താണെങ്കിലും ഒരു കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്യും. എന്തൊക്കെ പ്ലാൻ ചെയ്തു? ഇനി ഇതിനെ പഠിക്കാൻ വിടണം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല, മുന്നോട്ട് പോവാ, അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയതും അങ്ങനെ ഇപ്പൊ മെച്യൂരിറ്റി ഇല്ലാത്ത പല കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇവര് മെച്യൂരിറ്റി ഇല്ലായ്മയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ച് ശൈയാണ്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഈ എന്താ പറയുക, ഇപ്പൊ വീട്ടുകാരൊക്കെ ഓക്കെ ആയിന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആദ്യം എതിർപ്പം നിങ്ങളോട് ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? എപ്പോഴായിരുന്നു പാച്ചപ്പ് ആയത്? എന്റെ വീട്ടുകാർ ഓൾറെഡി കുഴപ്പമില്ല, അവർക്കറിയാം. ഇവരുടെ വീട്ടുകാർ മാത്രമേ സീനുള്ളൂ. അതെപ്പോഴാ ഓക്കെ ആയത്? അത് വന്നിട്ട് 2ാമത്തെ ദിവസം തന്നെ, 3ാം ദിവസം തന്നെ കുഴപ്പമില്ലാതായി. പിന്നെ സംസാരിക്കാൻ മടി, കാരണം ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തെറിയായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ സൈക്കോന്റെ വീട്ടില് ഓക്കെ ആയിരുന്നു, പിന്നെ എന്തിനാ വേറെ വീടെടുത്ത് മാറി? അല്ല, അവിടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇടുക്കിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ പണി ഒഴിവാക്കി നാട്ടിൽ പോകേണ്ട ഒരു വീട് പാലക്കാട് എന്റെ. അതുകൊണ്ട് ആണ് വേറെ വീടെടുത്തത്. ഓക്കെ. പൊതുവെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എങ്ങനെ ഈ വീഡിയോസിലേക്ക് ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തുന്നത്? അന്നേരം തന്നെയല്ലേ ഉള്ളൂ, ഞങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ്. അതിന്റെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ല, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി അങ്ങനെ കഞ്ചാവ് MDMA യൂസ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ എന്നാലും ചില കമന്റ്സും ചില റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ യൂസ് ചെയ്ത് തല്ലും പിടിക്കും, ദേഹോപദ്രവം. സിഗരറ്റ് വലിച്ചാൽ ബോധം കിട്ടും. അങ്ങനൊന്നുമില്ല. കൽപ്പനാണോ സൈക്കോ? ഇത് എന്നെ ചിലപ്പോ തല്ലിക്കൊല്ലും. അല്ല, ഇത് എന്നെ ചിലപ്പോ തല്ലിക്കൊല്ലും. നിങ്ങൾ എന്തിനാ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നൊക്കെ? വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തിനടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വേറെ പെൺപിള്ളേരെ കാര്യം പറയുമ്പോ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ചേരം മിണ്ടായിരിക്കുമ്പോ, അല്ല തന്നെ ചുമ്മാ ഫോണിൽ പോയി തന്നെ എന്തിലോ ഒറ്റയ്ക്ക് മാറിയിരിക്കും, ഫോണൊക്കെ നോക്കി. അല്ല, ചുമ്മാ റീൽസ് കണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ വിളിക്കുമ്പോ അനദർ കോള് കണ്ടു കഴിഞ്ഞാ ബിസി അത് എല്ലാവർക്കും ഉള്ളാവുന്ന ഒരു ഇതില്ലേ, അത്ര അത് എനിക്കുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മിക്ക് പോസസീവ്നെസ് ഉണ്ടോ? എന്തിനൊക്കെയുള്ളേ? ഞാൻ 2 ദിവസം മുന്നേ പുതിയ വീടെടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തെ ഒരു ചേച്ചി ഇരുന്ന് ഫോണിൽ സംസാരിക്കുക. ഞാൻ ചേച്ചിനെ കണ്ടിട്ടില്ല. ഞാൻ ആ വീടിന്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറകോട്ട് നോക്കിയപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞില്ല, അതിന് മുന്നേ ഇവിടെ അടി കിട്ടി. അപ്പോ അതന്നെ ചേച്ചി ഉണ്ടല്ലോ, കുഞ്ഞു ചെറിയ ഉടുപ്പൊക്കെ ഇട്ട്. അത് ഞാൻ കണ്ടില്ല, വീടിന്റെ ചുറ്റുപാട് നോക്കിയതാ, തെറ്റിദ്ധരിച്ചതാ. അപ്പുറത്തെ വീടിന്റെ ചുറ്റുപാട് നോക്കിയിട്ട് ഫ്രണ്ടില് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ചുമ്മാ നോക്കി. ഞാനിട്ട് കൊടുത്ത ചായയും കുടിച്ചോണ്ട് അപ്പുറത്തെ വീട്ടിലെ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ വേറെ അടി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പ്രണയിക്കുന്ന സമയത്തൊക്കെ വേറെ ചാറ്റൊക്കെ പൊക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ പരിപാടിയില്ല. ഇല്ല, ലോയലായിരുന്നു. അയ്യടാ, ഒരു തേപ്പം കിട്ടി കഴിഞ്ഞപ്പോ പാഠം പഠിച്ചില്ലേ? ഇല്ല, ഞാനങ്ങനെ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കുറെ റിലേഷൻ. പിന്നെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രണ്ട്സ് അല്ലേ, കുഴപ്പമില്ല. മറ്റേ റിലേഷൻ ബ്രേക്കപ്പ് ആയി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് മഞ്ഞുതുള്ളിയായിട്ട് വന്നത്? 3 വർഷം. 3 വർഷം വരെ സിഗ്മ മെയിലായിരുന്നു. സിഗ്മ മെയില് ഇടയ്ക്ക് ഓരോരുത്തരും നോക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ വേണ്ട അങ്ങനെ തോന്നും. പിന്നെ നോക്കും, ജസ്റ്റ് പ്രപ്പോസ് ചെയ്ത് അങ്ങനെ പുറകെ പോകത്തൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു, ജസ്റ്റ് ഇങ്ങനെ നോക്കി സ്കെച്ച് ഇട്ട് വെക്കും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് വേണ്ടാന്ന് തോന്നും, സ്പാർക്ക് പോയി. പിന്നെ പുതിയ സ്പാർക്ക് വന്നത് ഇവിടെയാണ്, അതിൽ തന്നെ ഫിക്സ് ചെയ്ത്.